ശരി, കരിഷ്മയിലേക്ക് പോവുകയാണ്. കരിഷ്മ, ഇപ്പോഴും ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം BJP 30-ലും കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം അത് ഇപ്പോഴും തുടരുകയാണ് 15-ൽ. അതുപോലെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ 15-ലാണ്. അതായത് ഇപ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ത്രിപുര പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിൽ BJP മാറില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. അതുപോലെ തിപ്രമോദ പാർട്ടിയുടെ ഒരു ആധിപത്യം അത് 15-ൽ എത്തി നിൽക്കുകയാണ്. ഭദ്ര, ഇപ്പോൾ ലീഡ് നിലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബി ജെ പിയിൽ ലീഡ് നില ഉയർന്നിട്ടുണ്ട്. 30-ൽ നിന്ന് 33-ലേക്ക് സീറ്റുകൾ BJPയുടെ ലീഡ് ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിനും പക്ഷേ നല്ല ഉയർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കോൺഗ്രസിന് 18 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഉയർന്നിട്ടുണ്ട്. തിപ്രമോദ പാർട്ടിക്ക് പക്ഷേ ഇപ്പോൾ കുറച്ച് താഴോട്ടാണ് എത്തിയിരിക്കുന്നത്. 9 സീറ്റ് ലീഡിലാണ് ഇപ്പോൾ തിപ്രമോദ പാർട്ടി മുന്നോട്ട് നിൽക്കുന്നത്. BJP വീണ്ടും ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 40-ൽ നിന്ന് 30-ലോട്ട് പോവുകയും ഇപ്പോൾ 30-ൽ നിന്ന് 33-ലേക്ക് BJP ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് CPM സഖ്യകക്ഷി ഇപ്പോൾ 18-ലേക്ക് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ തിപ്രമോദ പാർട്ടി വെറും 9-ലാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് വിജയിക്കുക എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഭദ്ര, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ CPM അവർ വിചാരിച്ച പ്ലാനിൽ എത്താൻ സാധ്യത ഉണ്ട്. കാരണം സമയം കഴിയുന്തോറും അവരുടെ ലീഡിംഗ് നില വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അവർ 18-ൽ എത്തിയിട്ടുണ്ട്. 18 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJP 30-ൽ നിന്ന് 33-ലോട്ട് എത്തിയിട്ടുണ്ട്. വീണ്ടും BJP തുടർഭരണത്തിൽ തുടരുമോ അതോ CPM പഴയ പ്രതാപം തിരിച്ചെടുക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. അതോ ഇവരെല്ലാവരെയും അട്ടിമറിച്ചുകൊണ്ട് തിപ്രമോദ പാർട്ടി മുന്നോട്ട് വരുമോ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ 2018 ചുരുങ്ങിയിരിക്കുകയാണ്. തിപ്രമോദ പാർട്ടി ഇപ്പോൾ 9-ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവ് തിപ്രമോദ പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ BJP 33 സീറ്റിലേക്ക് ഉയർന്നിരിക്കുകയാണ്. BJPയുടെ ആ ഒരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി അത് തന്നെയാണ് ത്രിപുരയിലും ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.